നമ്മളിപ്പോ എവിടെയുള്ളത്? നമ്മൾ ലണ്ടൻ സൂ കാണാൻ വന്നതാണ് കേട്ടോ. ഞങ്ങൾ ലണ്ടൻ സൂവിലാണുള്ളത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം ലണ്ടൻ സൂവിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ സൂവിലോട്ട് എൻട്രൻസ് ചെയ്യണം കേട്ടോ. സൂവിലോട്ട് നമ്മൾ എൻട്രി ചെയ്യണം. ഇതുപോലെ കുറച്ച് ക്യൂ നിന്ന് വേണം ഇങ്ങോട്ട് കയറാൻ വേണ്ടി. ലണ്ടൻ സൂവിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇവിടെ എന്നിട്ട് പോവാണ് കേട്ടോ. നമ്മൾ സൂമിന്റെ ഉള്ളിൽ ടിക്കറ്റ് സ്കാൻ ചെയ്ത് എൻട്രി ചെയ്തു. ഇത് സ്ക്വിറൽ മങ്കീസ് ആണല്ലേ? സ്ക്വിറൽ മങ്കി ഇത് നമ്മുടെ അണ്ണാന്റെ ഒക്കെ വർഗത്തിൽപ്പെട്ട ആ ഒരു അത്രേ ഉള്ളൂ അതിന്റെ വലിപ്പമൊക്കെ. ഇത് കാണപ്പെടുന്നത് ആമസോൺ ഇൻ പെറുവിലെ, ബ്രസീല് ആൻഡ് ബൊളീവിയ എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ? അത് പക്ഷേ വേംസ് പുറത്തിറങ്ങി. ഇതൊരു പല്ലി വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. തവളയാണ് കേട്ടത്. ഇത് എവിടെയാ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ബ്രസീലിലാണ് കൂടുതലായിട്ട്. വിഷമുള്ള തവളയാണ് കേട്ടോ. കൂടുതൽ കാണപ്പെടുന്നത് കൊളംബിയയിലൊക്കെയാണ്. പാമ്പിനെ കാണിക്കാം. ഇതാണ് പാമ്പ് കേട്ടോ. ഇരിക്കുന്നതാണ് പാമ്പ്. പേര് കിങ് അല്ലേ? ഇത് കിങ് കോബ്രയാണ് കേട്ടോ. കിങ് കോബ്ര കിടക്കുന്നതാണ്. ഇതവിടെ തല എവിടെ ഉണ്ട്? ഇത് എവിടെ ഉണ്ട്? പല്ലുവർക്കത്തിൽപ്പെട്ട് തന്നെയാണ്. ഇത് ബ്ലൂ ട്രീ മോണിറ്റർ ആണ്. ഇന്തോനേഷ്യയിൽ കണ്ടുവരുന്ന ഒരു ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. പല്ലിയാണ് കേട്ടോ. വിയറ്റ്നാമിലൊക്കെയാണ് നല്ല കൂടുതൽ കണ്ടുവരുന്നത്. ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് കേട്ടോ ഇത് കൂടുതൽ കണ്ടുവരുന്നത്. മുതലയുടെ ഒരു ഷേപ്പ് ഒക്കെയാണ് കേട്ടോ അതിന് പുറം. ഞങ്ങളിനി അടുത്തത് പെൻഗിൻ ബീച്ചിലോട്ടാണ് കേട്ടോ കയറുന്നത്. ഈ സൂവിന്റെ ഉള്ളിലുള്ള പെൻഗിൻ ബീച്ച് എന്ന് പറയുന്ന ഏരിയയിലോട്ട് പോകണേ. പോയി നോക്കാം. പെൻഗിനാണ് കേട്ടോ.
ചിലി ആൻഡ് പെറു എന്നിവിടങ്ങളിലൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ഭൂപടം കണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ലയനാന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യയുടെ ഭൂപടം കണ്ടോ? UK പാർക്കില് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്ത്യയുടെ വീടിന്റെ ഉള്ളിലോട്ട് കയറുന്ന ഒരു അന്തരീക്ഷമാണ്. ഇത് വന്ന് ഇന്ത്യൻ കൾച്ചർ വിളിച്ചു വന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന തവി, പാലും പാത്രം, ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അവര്. ചോറ് കോരുന്നത്, നമ്മുടെ നാട്ടിലുള്ള കോൾഗേറ്റ്, പാൽപ്പൊടി, കോൾഗേറ്റിന്റെ നമ്മുടെ നാട്ടിലല്ല, നോർത്താണ്. നോർത്ത് ഇന്ത്യ ആണ് കാണിച്ചത്. ഗുജറാത്താണ് കേട്ടോ കൂടുതലും കാണിച്ചിരിക്കുന്നത്. ഇതുണ്ടോ? ഗുജറാത്താണ് കാണിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യ അല്ല, നോർത്ത് ഇന്ത്യ ആണ് കാണിച്ചേക്കുന്നത്. നോർത്ത് ഇന്ത്യൻ കൾച്ചർ കണ്ടോ? ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ കൾച്ചർ കാണിക്കുന്നതാണ്. അതെ അതെ. നോർത്ത് ഇന്ത്യൻ വീട്ടിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയാണ് പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ രീതിയിൽ അവര് കാണിച്ചേക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ പൂജാ രീതിയിലൊക്കെ വീട്ടില് കണ്ടോ? ടെലിവിഷൻ അതുണ്ടോ? അതുകൊണ്ട് ഒരു ഗണപതിയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗണപതി വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കൾച്ചർ കാണിക്കുകയാണ് കേട്ടോ ഇവിടെ. പക്ഷെ വേറെ ഒരു രാജ്യത്തിന് ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ത്യൻ കൾച്ചർ മാത്രമേ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുള്ളേ. ലയന്റെ ഇത് കാണിക്കുന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ നമ്മളെ. ഉള്ളിതുണ്ട് കേട്ടോ. വിസിറ്റിംഗ് ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആട് പുറത്തേക്കുവാണേ. നമ്മള് ലണ്ടൻ സൂവിന്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പിന്നെ വീണ്ടും വരുവാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഇവിടെ പിന്നെ കൊണ്ട് നിർത്തിട്ടേക്കുവാണ്. ഉണ്ടോ? ഇന്ത്യയെ കുറിച്ച് ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടോ. ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം കാര്യങ്ങള് എല്ലാം ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ കൾച്ചർ വിളിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ? ഹനുമാന്റെയും ഒക്കെ പടവും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കൾച്ചർ വിളിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവരോട് കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവരുടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണല്ലോ. ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി അല്ല കേട്ടോ ഇതൊക്കെ. ഇത് ജസ്റ്റ് ഒരു ഇന്ത്യയുടെ കൾച്ചർ കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കൗവിന്റെ ഒരു പ്രതിമയും ഇതുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ വിളിച്ചു വന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക തൂക്കിയിട്ടുണ്ട്. ലയൺ പാർക്കിലെത്തി. ലയൺ അവിടെ കിടപ്പുണ്ട്. ഇന്ത്യൻ ലയനാണ് കേട്ടോ അത്. നമ്മൾ ലയൺ കാണാൻ വരുമ്പോഴാണ് ഇന്ത്യയുടെ കൾച്ചർ പോകുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ അവർ ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. രാജാവ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. രാജാവ് ഇങ്ങനെ താടിയെല്ലാം തടവി കിടക്കുക. കാട്ടിലെ കിങ് കേട്ടോ ഇത്. കാട്ടിലെ കിങ് ഇങ്ങനെ കിടക്കുവാണ്. ഒരെണ്ണേ കാണുന്നുള്ളൂ കേട്ടോ അവിടെ. കടുവയല്ല മോനെ, സിംഹം, ലയൺ.
ഒരു ടയർ തന്നെ മതിലിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നു. ഒരെണ്ണം ഏതാണ്ട് ഇവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നു. ഇവരത്തെ ആമയാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമയാണ് കേട്ടോ ഇത്. അവർക്ക് എത്തിപ്പെടാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമകളാണ് കേട്ടോ ഇത്. കാലുണ്ടോ? കാലിനൊക്കെ എന്നാ വലിപ്പം അല്ലേ? Get ready then, guys. Stand in the... He's coming behind you. Send the chat out. You want that up? Red cabbage. That is it, Jerry. Oh, it's wet. He's swearing. It's coming. He's people. 100 വർഷം ജീവിക്കുന്ന കേട്ടോ പറയുന്നത്. 100 വർഷത്തെ ലൈഫ് സ്പാൻ ആട്ടോ ഇതിന്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമകൾ വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇത്. ആമകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ജീവികളില്. ഇതിൽ 100 വർഷത്തിൽ മേളിൽ ജീവിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പോഴാണ് എനിക്കൊന്ന് കേരളത്തിൽ അതിനേക്കാളും വലിയതാട്ടോ ഉള്ളത്. ഇത് ചെറുതാണ് കേട്ടോ ഇപ്പൊ. കൂട്ടിക്കിടന്ന് ഉറങ്ങണേ. നമ്മളടുത്ത് ജിറാഫിനെ കാണാൻ വേണ്ടി പോട്ടോ. ജിറാഫിനെ കാണിച്ചു തരാം. ഈ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ജിറാഫാണ് കേട്ടോ. 2 ജിറാഫിന്റെ ഉള്ളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി അതിന്റെ ഉള്ളിലുണ്ടെന്ന് അറിയത്തില്ല. ഒരു ജിറാഫ് അവിടെ നിൽപ്പുണ്ട്. അതിന്റെ മുടി കണ്ടോ? നിലത്ത് നീണ്ടിട്ടാണ് കേട്ടോ അതിന്റെ മുടിയുള്ളത്. നിലത്ത് നീണ്ടു കിടക്കുകയാണ് കേട്ടോ അതിന്റെ മുടി. നമ്മൾ ഗോറിലേക്ക് കാണാൻ പോകട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ഗോറിലേക്ക് കാണാനാണേ. വെസ്റ്റേൺ ലോലാൻഡ് ഗോറില്ല കേട്ടോ.
ഫ്രൂട്ട്സ്, ലീവ്സ്, ബാർക്ക്, ഷൂട്ട്സ്, സീഡ്സ് ഒക്കെയാണ് കേട്ടോ ഇതിന് ഡയറ്റ്. ആടി സാധാരണ കാണുന്ന മരുഭൂമി ലോട്ടസിനെ പോലെ അല്ല കേട്ടോ അതിന്റെ രോമങ്ങള്. തണുപ്പ് രാജ്യത്ത് ജീവിക്കുന്നവയാണെന്ന് തോന്നുന്നു. അത് അങ്ങ് ആ രീതിയിലാണ് അതിന്റെ രോമങ്ങളുള്ളത്. ഇത് 1901 ഇതിന് വെസ്റ്റേൺ സയൻസിന് കണ്ടെത്തിയ അൺനോൺ ആയിരുന്നു. അതെയോ? ഈയാണ് ഷൈയാണ് ഇതാണ്. അതുകൊണ്ടല്ല അനങ്ങാണ്ട് നിക്കണ കേട്ടാ അങ്ങോട്ട് കുരുവിയാണോ നമ്മുടെ നാട്ടില്? നമ്മുടെ നാട്ടിലെ പക്ഷികളാ ഇതെല്ലാം. ഇതാണ് നടുക്ക് പറഞ്ഞോ. ഒരു തത്ത ഉണ്ടോ ഒളിച്ചിരിക്കുന്നുണ്ട്, അടുത്തിരിക്കുകയാണ്. എന്താ തത്ത ഇങ്ങനെ ഇരിക്കുകയാണ് ഇലകൾക്കിടയില്. മൃഗങ്ങളൊക്കെ ഭയങ്കര അടുത്ത് കാണാം കേട്ടോ. ഇതൊരു പാരറ്റാണ് കേട്ടോ. ഇത് ലോകത്ത് തന്നെ ആകെ 250 എണ്ണം അവശേഷിച്ചിട്ടുള്ളതെന്നാ പറയുന്നത് കേട്ടോ. മാക്കോ അല്ലേ, മാക്കോ പാരറ്റ് കാണിക്കാം. ഇത് ആകെ 250 എണ്ണം ലോകത്തിൽ അവശേഷിച്ചിട്ടുള്ളവയിൽ ആകെ 250 എണ്ണം ഉള്ളതെന്നാ പറയുന്നത്. എന്നാൽ ഇവിടെ തന്നെ 5-6 കാണുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരറ്റുകളിൽ ഒന്നാണ് കേട്ടത്. സ്കാർലറ്റ് ഐബിസ് ആണ് കേട്ടോ. സൗത്ത് അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ബേർഡ്സ് ആണ് കേട്ടോ ഇത്. അതാണ് ഓസ്ട്രിക് ആണ് കേട്ടോ.
ഇതല്ലേ മറ്റേ മണ്ണിനുള്ളിൽ തല വെച്ചേക്കണത് ശത്രുക്കൾ വരുമ്പോ അല്ല. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് ലണ്ടൻ സൂവിൽ കാണാനുള്ളത്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷികളായാലും മൃഗങ്ങളായാലും പാമ്പുകളൊക്കെ ആയാലും വളരെയധികം കുറവാണ്. നമ്മുടെ നാട്ടിൽ അത്രയും പക്ഷികളൊന്നും നമ്മുടെ ഈ സൂവിൽ കാണാനൊന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല, രസമുണ്ട്. നമുക്ക് ജിറാഫും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.